السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. നമ്മളിപ്പോൾ സിമ്പിൾ ഡീഡ്സ് വിത്ത് ഗ്രേറ്റ് റിവാർഡ്സിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്ന് ദുറൂദ്, സെൻഡിങ് സലാത്ത് ആൻഡ് സലാം ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് ടോപ്പിക്ക്. വാട്ട് ഈസ് ദുറൂദ്? ദുറൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുറൂദ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് സമാധാനവും അനുഗ്രഹങ്ങളും ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ചിലർ നബിയുടെ പേരിലുള്ള സലാത്തെന്നും സലാമെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദുറൂദ് എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ടുള്ളതാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് ഒരുപാട് നമുക്ക് കൂലിയും നമ്മുടെ പാപങ്ങളും മായ്ക്കപ്പെടാനും നമ്മുടെ സ്റ്റാറ്റസ് റേസ് ചെയ്യാനും റാങ്ക് റേസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഇതിൻ്റെ റിവാർഡ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളോട് ഖുറാനിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ആരാണോ എൻ്റെ പേരിൽ സലാത്ത് ചെല്ലുന്നത് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യണത്, അവരുടെ മേൽ അള്ളാഹു 10 പ്രാവശ്യം കൂടുതൽ ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ 10 പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ 10 ഡിഗ്രി ഇൻ സ്റ്റാറ്റസ് ഉയർത്തപ്പെടുന്നു. അപ്പോൾ ഇതാണ് സലാത്ത് ചെല്ലുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സലാത്താണ്. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ആലി മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉൾപ്പെടുക എന്നാണ് പറയുന്നത്. വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകൾ. ഇനി ഹദീസുകളിൽ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്. ഈ പ്രാർത്ഥനയിൽ കുറച്ചൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്കോളേഴ്സ് പറയുന്നത് നമ്മൾ ഒരു ഫോം മാത്രമല്ല 2-3 എണ്ണം പഠിച്ചിട്ട് അത് മാക്സിമം ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. ഒന്ന് ദുറൂദ് ഇബ്രാഹിമി എന്ന് പറയുന്നത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാത്താണ്. പിന്നെ ഉണ്ട് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് വേറെ ഒന്ന്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുർരിയതിഹി കമാ സല്ലൈത അലാ ഇബ്രാഹിമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുർരിയതിഹി കമാ ബാരക്ത അലാ ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. പിന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുന്നത് മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാറിൽ പറയുന്നത് നമ്മൾ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ വേരി ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം മറ്റേ സലാത്താണ് ചെല്ലുന്നതെങ്കിൽ പിന്നെ പ്രാവശ്യം ഇത് ചെല്ലുക, അങ്ങനെ. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ അള്ളാഹ് പറയുന്നത് അനുസരിക്കുകയാണ്, അല്ലേ? അള്ളാഹു ഖുറാനിൽ നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ, അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണ്. 2, അള്ളാഹുവും അദ്ദേഹത്തിൻ്റെ മലക്കുകളും സെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളും അതുപോലെ ചെയ്യുകയാണ്. 3, പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ പറഞ്ഞു 10 പാപങ്ങളാണ് ഓരോ പ്രാവശ്യം പൊറുക്കപ്പെടുന്നത്. സ്റ്റാറ്റസിൽ ഉയർത്തപ്പെടും. നമ്മളെ റാങ്ക് 10 പ്രാവശ്യം ഉയരും, 10 റാങ്ക് ഉയരും നമ്മളെ. പിന്നെ ഉള്ളത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നുള്ളതും പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ശുപാർശയാവും എന്നും കൂടി ഉള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 10 മടങ്ങ് അള്ളാഹു അവരുടെ മേൽ അനുഗ്രഹം സെൻഡ് ചെയ്യുന്നുള്ളതും 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നുള്ളതും 10 റാങ്ക് ഉയർത്തപ്പെടുന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി നമ്മളുടെ ദുആവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദുആ ചെയ്യുകയാണെങ്കിൽ ആദ്യം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് തുടങ്ങുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ സലാത്ത് ചെയ്യുക, എന്നിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു ഒരിക്കൽ പറഞ്ഞു, ഈ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ സലാത്ത് ചെല്ലാതെ പ്രാർത്ഥിക്കുന്ന ദുആ ആകാശങ്ങൾക്ക് ഭൂമിയുടെ ഇടയിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുകയെന്ന്. അതായത് അത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഉബൈ ബിൻ കഅബ് എന്ന് പറഞ്ഞിട്ടൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിച്ചു, എനിക്ക് താങ്കളുടെ മേൽ ഒരുപാട് ബ്ലെസ്സിങ്സ് പറയണം, അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ എത്ര ഭാഗം ഞാൻ അതിന് വേണ്ടി മാറ്റി വെക്കണമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് എത്രയാണോ വാട്ട് എവർ യു വിഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ ചോദിച്ചു,
ഒരു ക്വാർട്ടർ മതിയോ എന്ന് ചോദിച്ചു, ഭാഗം മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു വാട്ട് എവർ യു വിഷ്, നീ കൂടുതൽ ചെയ്താൽ അത് നിനക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഹാഫ് മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴും അതേപോലെ തന്നെ പറഞ്ഞു വാട്ട് എവർ യു വിഷ്, പക്ഷേ കൂടുതൽ ചെയ്താൽ നീ നല്ലതായിരിക്കും. അപ്പം 2 ഭാഗം എന്ന് ചോദിച്ചു. അപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു എന്നാൽ എൻ്റെ പ്രാർത്ഥന മുഴുവനും ഞാൻ അതാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ നിൻ്റെ എന്താ പറയുക, നിൻ്റെ വറീസ് എല്ലാം അള്ളാഹ് ടേക്ക് കെയർ ചെയ്യും, നിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയുക, നമ്മളുടെ ദുആകളൊക്കെ വിട്ടിട്ട് നബിയുടെ പേരിലുള്ള സലാത്ത് മാത്രം ആക്കണം എന്നല്ല. പക്ഷെ ഇതിൽ കാണിക്കുകയാണ് എത്രത്തോളം നമ്മൾ സലാത്ത് ചെല്ലുന്നു, ബ്ലെസ്സിങ്സിന് വേണ്ടി ചോദിക്കുന്നു, അത്രയും റിവാർഡ് അതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സലാത്ത് ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു നോക്കിയാൽ അപ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടും. അടുത്തത് ഇൻ്റർസെഷനാണ്. അതായത് ശുപാർശയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അദാൻ, ബാങ്ക് കേട്ട് കഴിയുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത് അവർക്ക് പ്രത്യേക ശുപാർശ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ വസീലക്ക് വേണ്ടി ചോദിക്കുന്നവർക്ക് ഞാൻ അവർക്ക് വേണ്ടി ശുപാർശ പെർമിസിബിൾ ആവുമെന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. നമുക്കറിയാം പ്രാർത്ഥന ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ദ. ഈ ഒരു പ്രാർത്ഥനയാണ് അത്. അതുപോലെ ഒരു ഹദീസുണ്ട്, ഒരു 3 ആമീൻ്റെ ഒരു ഹദീസ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു എന്താന്ന്. അപ്പോൾ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. ഒന്ന് 3ഉം നാശം ഉണ്ടാവാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഒന്ന് ആർക്ക്, റമദാൻ വന്നിട്ട് പാപമോചനത്തിന് ചോദിക്കാത്തവർക്ക്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സലാത്ത് ചൊല്ലാൻ പറയാൻ പറ്റാത്തവർക്ക്. അതുപോലെ വയസ്സായ പാരൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നവർക്ക്. ഇവർ 3 പേർക്കും നാശം ഉണ്ടാവട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആമീൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു റീക്യാപ്പ്, കീ ടേക്ക് അവേസ് നമ്മൾ ചെറിയൊരു ഇതാണ്, കാരണം സലാത്ത് മാത്രമല്ല. അപ്പോൾ ഒന്നെന്താണ്, നമ്മളുടെ സലാത്ത് ചെല്ലുക എന്നുള്ളത് ഒരു ആക്ട് ഓഫ് വർഷിപ്പാണ്. അള്ളാഹ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതാണ്. 2 അത് മലക്കുകളും അള്ളാഹും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളും കൺഫേം ചെയ്യാണ്. പിന്നെ നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടും, റാങ്ക് ഉയർത്തപ്പെടും, അനുഗ്രഹങ്ങൾ കൂടും. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ പരലോകത്ത് നമുക്ക് ശുപാർശ ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് പ്രാർത്ഥന ഉണ്ട്, നമുക്കത് മാറി മാറി ചെല്ലാവുന്നതാണ്. ലാസ്റ്റത്തത് നമ്മളുടെ ആക്ഷൻ പ്ലാൻ. എപ്പോഴും നമ്മൾ എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, ഒരു 10 പ്രാവശ്യമെങ്കിലും ചൊല്ലാന്നുള്ളത് നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റുക. നമ്മൾ ഫോണിൽ റിമൈൻഡേഴ്സ് വെക്കുക, മോർണിംഗ് അദ്കാർ, ഈവനിങ് അദ്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കൾക്കും മറ്റുള്ളവർക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു പ്രാർത്ഥന, അതുപോലെ തന്നെ നമ്മൾ ദുആകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുമ്പും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സലാത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. അള്ളാഹു നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ട് നമ്മളുടെ മനസ്സൊക്കെ നിറയ്ക്കട്ടെ. നമ്മൾ സ്ഥിരമായിട്ട് ദുറൂദ് ചെല്ലുന്നത് നമ്മുടെ സ്വഭാവമാക്കി മാറ്റട്ടെ. പരലോകത്ത് വെച്ച് നമുക്ക് നബിയുടെ ശുപാർശ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈറൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.